വളരെ രൂക്ഷമായിട്ട് കുട്ടിയോട് പ്രത്യേകം പെട്ടെന്ന് പ്രതികരിക്കുകയും കുറച്ചു നേരം കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? പക്ഷെ അത്രയും ഞാൻ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അടിക്കണ്ടായിരുന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദേഷ്യം വരുമ്പോഴേ, അല്ലെങ്കിൽ അങ്ങോട്ട് സങ്കടം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും അല്ലേ? പറഞ്ഞ പോലെ വാഴയാണെന്നോ അല്ലേ, അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ഏത് നേരത്താണ് എന്ന് ചിലപ്പോൾ പിള്ളേരോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഇപ്പം നമ്മുടെ തെറപ്പിസ്റ്റിനെ കാണാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആസ് എ കോച്ച് നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആളുകൾ പറയുന്ന കാര്യമുണ്ട്. പണ്ട് എൻ്റെ അച്ഛൻ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജനിച്ചപ്പോഴാണ് അവരുടെ എല്ലാ ദുരിതവും ആരംഭിച്ചത് എന്നൊക്കെ എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ആ മുറിവ് ഉണങ്ങുന്നില്ല എന്ന് പറയുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് വിളിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? വായിൽ വരുന്ന അങ്ങോട്ട് വിളിച്ച് പറയേണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട്, പോട്ടെ മോനെ, അമ്മ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ അമ്മ അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞല്ലേ, നീ ഒന്ന് മനസ്സിലാക്കാമെന്ന് പറയും. പക്ഷെ ചില മുറിവുകൾ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ, നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാൻ അവർ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ജനറേഷനാണെന്ന്, അവർ ഇമോഷണലി സെൻസിറ്റീവ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വളരെ എമ്പതി ഉള്ള, ലോകം കാണാൻ വ്യത്യസ്തമായ കണ്ണുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ പേരൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളാണോ അവരുടെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം.